ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ കുറച്ചധികം കറിവേപ്പിലയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എന്നാൽ നല്ല ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു 3 വറ്റൽമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ഞാനിത് അത്യാവശ്യം വലുതായതുകൊണ്ടാണ് കേട്ടോ ഒരു 6-7 എണ്ണത്തിൽ നിർത്തിയത്. അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് വാടി വരട്ടെ, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഒരു 10-25ഓളം കുഞ്ഞുള്ളി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുഞ്ഞുള്ളി ചേർക്കാൻ അത് വൃത്തിയാക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഒരു വലിയ സവാള നോക്കിയെടുത്താലും മതിയാവും കേട്ടോ. പിന്നെ കുഞ്ഞുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു കളറൊക്കെ ദാണ്ടെ ഇതുപോലെ മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നല്ലപോലെ വെന്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തണം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ കറിവേപ്പില ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് വഴണ്ട് ഒന്ന് വെന്ത് ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും നല്ലപോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കറിവേപ്പില വെച്ച് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാമെന്നറിയോ? നമ്മൾ വെറുതെ കറിക്കകത്തിട്ട് എടുത്ത് കളയും, അതല്ലേ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത് വെച്ച് തന്നെ കറി ഉണ്ടാക്കാം, ഒരുപാട് കറികൾ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ദാണ്ടെ കറിവേപ്പിലൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ 1 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്ന വറ്റൽമുളകിന് അധികം കളറ് കിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് ചേർത്തേക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി എല്ലാം വളരെ സിമ്പിൾ പ്രോസസ്സാണ് കേട്ടോ. ഇപ്പോൾ ദാണ്ടെ മുളകുപൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ എല്ലാം നന്നായിട്ട് ഒന്നങ്ങ് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം വരെയാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇത് തണുപ്പിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കുവേ ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതൊന്നും ഇടാൻ. ചിലപ്പോൾ കുറച്ചൊക്കെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇടയ്ക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഫസ്റ്റ് നല്ലപോലെ ഒന്നങ്ങ് ക്രഷാക്കി എടുത്ത് കൊണ്ടുവരണം. നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ദാണ്ടെ ഇതുപോലെ അത്യാവശ്യം ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. തരിതരിപ്പോടെയാണ് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാട്ടോ, നല്ലതാണ്. പിന്നെ കുറച്ചും കൂടി ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് വളരെ കുറച്ച് മാത്രം കഞ്ഞിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അല്ലാതെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ആദ്യമേ ചേർക്കാൻ. ഞാൻ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിയിൽ ഉപ്പ് ചേർക്കാറില്ല, അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ എടുത്ത് ഒഴിച്ചത്, ആദ്യം ഉപ്പ് ചേർത്തതും. അതെ, നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ട, ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവും. അതാണ് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ബൗളിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കുഞ്ഞുള്ളി, നമ്മുടെ കറിവേപ്പില ചമ്മന്തി എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റിയാണ്. ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് വെച്ച് കഴിച്ചാൽ മതി. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും
നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.